നമസ്കാരം. മഹാരാഷ്ട്രയിൽ നടന്ന ട്രെയിൻ അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനിയും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. പുക കണ്ടതിനെ തുടർന്നാണ് യാത്രക്കാരിൽ ചിലർ പുറത്തേക്ക് എടുത്തു ചാടിയതെന്നാണ് വിവരം. എന്നാൽ തീപിടുത്തമോ പുകയോ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് റെയിൽവേ സ്ഥിരീകരണം നൽകിയിട്ടില്ല. മാത്രമല്ല, എത്ര പേരാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിൽ പൂർണ്ണമായി സ്ഥിരീകരണത്തിലെത്താൻ സംസ്ഥാന സർക്കാരിനും റെയിൽവേക്കോ സാധിച്ചിട്ടില്ല. നിലവിൽ 11 പേർ മരിച്ചുവെന്നാണ് വിവരം. മരണസംഖ്യ ഇനി ഉയർന്നേക്കുമെന്നും ആശങ്കയുണ്ട്. എന്നാൽ ഇതിലേറെ പേർ കൊല്ലപ്പെട്ടതായും ഒട്ടേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായിട്ടും സൂചനകളുണ്ട്. ലക്നൌവിൽ നിന്നും മുംബൈയിലേക്ക് വന്ന പുഷ്പ എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങിയ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരെ കർണാടക എക്സ്പ്രസ് ആണ് ഇടിച്ചത്. പുഷ്പ എക്സ്പ്രസിൽ തീപിടിച്ചെന്ന അഭ്യൂഹത്തെ തുടർന്നാണ് യാത്രക്കാർ ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് എടുത്തു ചാടിയത്. ഈ സമയം സമീപത്തെ ട്രാക്കിലൂടെ എത്തിയ കർണാടക എക്സ്പ്രസ് ഇവർക്ക് മുകളിലൂടെ കയറുകയായിരുന്നു. 25ഓളം ആളുകളാണ് ഇത്തരത്തിൽ ചാടിയതെന്നും പറയുന്നു. ട്രെയിനിന്റെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടാകുമെന്ന് ഭയന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ തിടുക്കത്തിൽ ട്രാക്കിലേക്ക് ചാടിയതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്നാണ് പ്രാഥമിക സൂചന. അതേസമയം ബ്രേക്ക് ബൈൻഡിംഗ് എന്ന സാങ്കേതിക പ്രശ്നം കാരണമാകാം ട്രെയിനിന്റെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതെന്നും അതിനാലാവും യാത്രക്കാർ അപായച്ചങ്ങല വലിക്കുകയും പരിഭ്രാന്തരായി താഴേക്ക് ചാടിയിട്ടുണ്ടാവുകയെന്നാണ് വിവരമെന്നും ഒരു മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ PTIയോട് പറഞ്ഞു. മഹേജിക്കും പർദാഡെ സ്റ്റേഷനും ഇടയിൽ പച്ചോറയിലാണ് ഇന്ന് വൈകിട്ട് 5-ന് അപകടമുണ്ടായത്. മുംബൈയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് പച്ചോറ. അപകടത്തിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അനുശോചനം അറിയിച്ചു. 25ഓളം ആളുകളാണ് ഇത്തരത്തിൽ ചാടിയത്. ഇവർ ചാടിയ ഉടനെ എതിർ ദിശയിലെ ട്രാക്കിലൂടെ വന്ന കർണാടക എക്സ്പ്രസ് ഇടിക്കുകയായിരുന്നു. 16ഓളം പേരെ ട്രെയിൻ ഇടിച്ചു എന്നാണ് വിവരങ്ങൾ. ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വണ്ടിയാണ് കർണാടക എക്സ്പ്രസ്. ചിന്നിച്ചിതറിയ മൃതദേഹങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. പ്രദേശത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്ര മന്ത്രി ഗിരീഷ് മഹാജനും ജൽഗാവ് പോലീസ് സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവരാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംഭവം വേദനാജനകമാണെന്നും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എക്സിൽ കുറിച്ചു.